സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എം നൌഷാദ് MLA, ഇവിടെ എന്തൊക്കെ ഇപ്പോൾ ഈ കോൺഗ്രസിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അവർ നേടിയ കൂട്ടത്തിലാണ് തൽക്കാലം. KM മാണിയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു മുന്നണി എന്ന നിലയിൽ മുൻപ് മുതൽ എന്താണോ അതിൻ്റെ ഘടന അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അത് അവരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 15 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ നേട്ടം ഈ മുന്നണിയുടെ പഴയ സ്വഭാവം വീണ്ടെടുക്കാൻ കഴിയുന്നതിലൂടെ കോൺഗ്രസിനുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഈ ആഭ്യന്തര കലഹങ്ങളൊക്കെ എപ്പോഴും ഒരു വശത്ത് നടക്കും. പല ഘട്ടങ്ങളിലും ഇത്തരം ആഭ്യന്തര കലഹങ്ങളാണ് കോൺഗ്രസിനെ സജീവമാക്കിയിട്ടുള്ളത്. അങ്ങനെ സജീവമായ ദിവസങ്ങളാണ് നാം ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇനി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ വീണ്ടെടുക്കപ്പെട്ട UDF എന്ന ഘടന നൽകുന്ന ശക്തിയുമായി 15ഓളം സീറ്റുകളിൽ മത്സരിക്കുക എന്ന സാധ്യതയിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചതൊരു വെല്ലുവിളി ഉയർത്തുന്നതല്ലേ? വേണം, ഞങ്ങൾക്ക് ഒരു വെല്ലുവിളി ഉയർത്താത്തക്ക ശേഷി ഇന്ന് കോൺഗ്രസിനില്ല. കാരണം അത്രത്തോളം ദുർബലമായിരിക്കുന്നു അവർ, രാഷ്ട്രീയമായും സംഘടനാപരമായും. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു എന്താണ് അവരുടെ അജണ്ട. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, അന്ധമായ മാർക്സിസ്റ്റ് വിരോധം. ഇവിടെ കിണറ്റ് കുഴി കിടക്കുക, എന്നിട്ടും പന്തളം സുധാകരൻ ഇരുന്ന് പറയുന്ന വർത്തമാനം ഏതാ? ഇവിടെ BJPക്കെതിരായിട്ട് വർത്തമാനം പറയാനല്ല അദ്ദേഹം ശ്രമിച്ചത്. ഇവിടെ ത്രിപുരയിൽ CPM തോറ്റതിലെ സന്തോഷം പങ്കുവെക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇടപെടണ്ട. അല്ല വേണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഇടപെട്ടോണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഇടപെട്ടോണ്ടിരിക്കും. അല്ല ചർച്ചയ്ക്ക് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. കോൺഗ്രസിൽ അല്ല എത്ര പതിറ്റാണ്ടായി. ഇവിടെ തന്നെ പന്തളം സുധാകരൻ പറഞ്ഞെന്താ, ഞാൻ KPCC പ്രസിഡന്റ് ആകുമ്പോൾ നീ സെക്രട്ടറി ആയിട്ട് വേണമെന്ന് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം വ്യക്തിപരമായി ജി കാർത്തികേയൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്, പ്രസിഡന്റ് ആകുമ്പോൾ നീ സെക്രട്ടറി ആയിട്ട് കൂടെ വേണേന്ന്. അത് തന്നെ സംഘടനാപരമായി എത്ര ശരിയാ, എത്രത്തോളം ദുർബലമാണ്. ഒരു നിമിഷം ശ്രീ നൌഷാദ്, CPM-നെ പോലെ ഒരു കേഡർ സ്വഭാവമുള്ള സംഘടന, BJP-യെ പോലെ ഒരു കേഡർ സ്വഭാവമുള്ള സംഘടന, അങ്ങനെ നിങ്ങൾ കോൺഗ്രസിനെ കാണുന്നത് കൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന അത്രയും സുഘടിതമായ ഒരു സംഘടനയല്ല. അത് നേതാക്കന്മാർ, ആ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അവർ വിശ്വാസത്തിലെടുക്കുന്ന സാമുദായിക വിഭാഗങ്ങൾ, ഇതിന്റെ ഒരു ചേരുവയാണ് കോൺഗ്രസ്. ആഗ്രഹം പ്രകടിപ്പിച്ചുകൂടെ? അതെ, സ്വാഭാവികമായിട്ടും ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അധികാര കൊതിയാണ്. അതൊരു അധികാര കൊതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും തിരിച്ച് ഇവിടെ എത്ര പതിറ്റാണ്ടായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ A ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു അറിയപ്പെടുന്ന AK ആന്റണിയുടെ നേതൃത്വത്തിലാണ് A ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ നിന്നയാളാണ് അതിൻ്റെ രണ്ടാമനായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി. എന്നിട്ട് കരുണാകരനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലിയെല്ലാം നടത്തി 94 കരുണാകരൻ രാജിവെക്കാൻ പോയപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇതുപോലുള്ള ചതിയന്മാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇതുപോലുള്ളൊരു കൂടെ നിന്ന് ചതിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ശ്രീ K കരുണാകരൻ പറഞ്ഞു. പിന്നെ VM സുധീരൻ ഇപ്പോൾ വലിയ പുണ്യാളം ചമയുമ്പോൾ അദ്ദേഹം ഗ്രൂപ്പുകൾക്ക് അതീതനായി KPCC പ്രസിഡന്റായി വന്നയാൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഇത് കേരളത്തിൽ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആശ്രിത വത്സര തനിക്ക് ചുറ്റിനും കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയതാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയെല്ലാം ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് കോൺഗ്രസ് ഇന്ന്. ഇങ്ങനല്ലായിരുന്നു കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസ് അങ്ങനാണ്. ഒരു കൂട്ടം ആൾക്കാരുടെ അധികാര കൊതിയന്മാരുടെ അതിന് ആരെ കൂടെ നിന്നാലാണ് ഇപ്പം കൂടെ നിൽക്കുക. അതുകൊണ്ടാണല്ലോ സ്ഥിരമായ ഒരു ഭാഗത്തില്ലാതെ കൃത്യമായി ഇപ്പം AK ആന്റണി ഗ്രൂപ്പിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി, പക്ഷേ AK ആന്റണിക്ക് കണ്ടുകൂടാന്ന്. അതാണല്ലോ ജയശങ്കർ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞത്. AK ആന്റണി എതിർക്കുന്നയാളാണ് ആന്റണി ഗ്രൂപ്പിൻ്റെ നേതാവ്. അപ്പോൾ തിരിച്ച് അധികാരത്തിന് വേണ്ടിയിട്ടും ഇവർ ജനങ്ങളെ മറക്കുന്നു. ജനങ്ങളെ മറന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊതിയും നുണയും പറയുക എന്ന് പറയുമല്ലോ, അതുപോലാണ്. ഇപ്പം നമ്മളെ പഴയൊരു ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല. കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ല.
ഈ BJPയെ ഈ തരത്തിലേക്ക് എത്തിച്ചതും കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥതയാണല്ലോ. അവർ പഴയ പാരമ്പര്യമെല്ലാം വിട്ട് അഴിമതിക്കാരുടെയും കോർപ്പറേറ്റുകളുടെയും വക്താക്കളായി കോൺഗ്രസ് മാറിയതിനെ തുടർന്നാണ് അതിനേക്കാൾ ശക്തമായി അവരുടെ വക്താക്കളാകാൻ BJPക്ക് കഴിഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസിനെ തോറ്റത്. ഇവിടെ ശ്രീ നൗഷാദ് വി എം സുധീരൻ ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ട്. ഭരണപക്ഷവുമായി ധാരണയിലെത്തി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇപ്പോഴത്തേത്. അത് ആ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷമായി ഇത് മാറേണ്ടതുണ്ട് എന്ന്. ഇത് നേരത്തെ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഉണ്ടായതാണ്. ഇതേപോലെ ഒരു ആക്ഷേപം എന്ന് വെച്ചാൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തുന്നുവെന്ന്. അപ്പോൾ ഈ നാട്ടുകാർ മൊത്തത്തിൽ ഇരു മുന്നണികളെയും കണ്ടാൽ ഇങ്ങനെ മനസ്സിലാക്കണം, പാർട്ടിക്കകത്ത് അധികാരം കിട്ടാൻ വേണ്ടി നിങ്ങൾ വ്യാമോഹിക്കുന്നവരുടെ ഒരു കൂട്ടമായി നിങ്ങൾ കോൺഗ്രസിനെ ചിത്രീകരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് മാറി മാറിയിരിക്കുന്നവർക്ക് അധികാരം പിന്നീട് കിട്ടും എന്നതുകൊണ്ട് ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഇത് ഈ നാട് കാണുന്നു. അല്ല, വേണു കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷ മുന്നണിയെയും CPM-നെയും ഒന്നും ആക്രമിക്കാൻ ശ്രമിക്കണ്ട. അത് വേണുവിൻ്റെ മനസ്സിലിരുന്നാൽ മതി. ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. വളരെ കൃത്യമായി അവർ ഈ കേരള സമൂഹത്തിൽ ഈ നടക്കുന്ന എല്ലാ സംഭവങ്ങളും സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുന്നവർ തന്നെയാണ്. നിങ്ങൾ എവിടെ കിടന്നാലും ഈ പറഞ്ഞ കണക്ക് കിടക്കപ്പുറതി ഇല്ലാത്തത് ഇടതുപക്ഷത്തിന്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്കുണ്ടായി അവർ തമ്മിലടിച്ചാലും ആക്രമണം ആർക്കെതിരെ? CPM-നെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ. ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല ഇവർ ഈ ക്രിയാത്മകമായ ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. മറിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി പോകുന്ന ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള വാദങ്ങൾ, ഇല്ലാക്കഥകളും പൊല്ലാപ്പുകളും ഉണ്ടാക്കി അതിനെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള പരിശ്രമങ്ങളെ തടഞ്ഞ് കോൺഗ്രസ്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റേ ഉള്ളൂ. ശ്രീ ജയശങ്കറിനും ശ്രീ ജേക്കബ് ജോർജുമാണ് അവസരം. ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഇപ്പോൾ ഈ ഗ്രൂപ്പ് വൈരവും അതിൻ്റെ ഗ്രൂപ്പ് വ്യത്യാസവും എല്ലാം മറന്നുകൊണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ രമേശ് തന്നെ വീഴ്ചയേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഈ 3 നേതാക്കന്മാരുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡിന് ഇവർ പറയുന്നതല്ല ഇവിടുത്തെ വികാരം എന്ന സംശയവും ഉയർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇവരെ ആരെയും വിശ്വസിക്കാൻ കഴിയാതിരിക്കെ പുതിയ KPCC അധ്യക്ഷൻ, അതുപോലെ തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം, ഈ കാര്യങ്ങളിലെല്ലാം ശക്തമായ ഹൈക്കമാൻഡ് ഇടപെടൽ പ്രതീക്ഷിക്കാമോ ഇവിടുത്തെ ഈ ഗ്രൂപ്പ് നേതാക്കന്മാരെ നിസാരമാക്കി മാറ്റിക്കൊണ്ട്? അല്ല, ഹൈക്കമാൻഡ് ശക്തമായി ഇടപെടണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സന്ദേശം. കാരണം ഇവിടുത്തെ നേതാക്കന്മാരുടെ മനോവികാരം എന്താ വെച്ചാൽ ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ VM സുധീരനെ പോലെ വളരെ ഗ്രൂപ്പിന് അധീനനായ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബന്ധം ഉപേക്ഷിച്ച AK ആന്റണിയെ പോലെ വലിയ പ്രതിച്ഛായുള്ള ഒരാൾക്ക് പോലും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഡൊമിനിക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നേതാവ് 60% കോൺഗ്രസ്സുകാരുള്ള കൊച്ചി മണ്ഡലത്തിൽ തോറ്റുപോയെന്നുകൊണ്ടാണ്. അദ്ദേഹം ആ രീതിയിൽ ആളുകളെ വെറുപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കരുത് എന്ന രീതിയിലുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അത് നടന്നില്ല. ഉമ്മൻചാണ്ടി ഞാൻ തീയിൽ ചാടി മരിച്ചു കളയും എന്നുള്ള രീതിയിൽ ഭീഷണി മുഴക്കി ഡൊമിനിക്കിനെ വീട്ടിൽ സ്ഥാനാർത്ഥിയാക്കി. ഉമ്മൻചാണ്ടി വിചാരിച്ച ഡൊമിനിക്കിന് കോൺഗ്രസ് ടിക്കറ്റ് മേടിച്ചു കൊടുക്കും. പക്ഷേ ഡൊമിനിക്കിനെ വിജയിപ്പിക്കാൻ കഴിയില്ല. കാരണം നാട്ടുകാർ അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു, നാട്ടുകാർ മൊത്തം എതിരായി കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം തോറ്റുപോയി. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ശ്രീ നൗഷാദ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്നതാണ് ഇവരുടെ നയം, അവരുടെ അടിസ്ഥാനപരമായ വികാരം. ആ കാര്യത്തിൽ എം എം ഹസനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മറ്റെല്ലാവരും ഒറ്റക്കെട്ടാണ്. കാരണം പാർട്ടി ഇല്ലാണ്ടായാലും ഗ്രൂപ്പ് നിലനിൽക്കണം. ഇനി ഗ്രൂപ്പില്ലാണ്ടായാലും നമ്മൾ നിലനിൽക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ കാര്യം നടന്നാലും പോരാ, എതിർ ഗ്രൂപ്പുകാരും നശിക്കണം. ഇതാണ് ചിന്താഗതി. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാവുന്നത് ശക്തനായ 4 ആൾ കേട്ട ദോഷം പറയാത്ത ഒരാളെ KPCC അധ്യക്ഷനായിട്ട് അയക്കണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കണമെന്ന് മാത്രമല്ല, എല്ലാ ഗ്രൂപ്പുകാരും കൂട്ടിവയ്പ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അതേസമയത്ത് ഈ ഗ്രൂപ്പ് നേതാക്കന്മാർ, ഗ്രൂപ്പ് മൂപ്പന്മാരെ കണ്ടാൽ പേടിച്ച് പറക്കുന്ന ആളുമാകരുത്. അവരുടെ അടുത്ത് മുട്ടി നിൽക്കാൻ പറ്റിയ തൻ്റെ ഇടമുള്ള ഒരാൾ വായിക്കണം. അല്ല K സുധാകരനെ പോലെ ഒരാൾ വന്നാലേ ഇന്നത്തെ നിലയ്ക്ക് ആശയ്ക്ക് വകയുള്ളൂ. അല്ലാതെ
പാവം മുല്ലപ്പള്ളി രാമേന്ദ്രനെ കൂടെ അയക്കാൻ പോകുന്നത് കേട്ട് എനിക്ക് വളരെ സങ്കടമുണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം വന്നാൽ ഇന്നലെ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ ഒട്ടിച്ചു വെച്ച പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശരിയാണ്, കാവ്യാത്മകമാണ്. അതായത് മുങ്ങുന്ന കപ്പലിൽ തുളയിടുന്ന പരിപാടിയായിരിക്കും ഇദ്ദേഹത്തിന് ചെയ്യാൻ ഇവിടെ ഉണ്ടാകുക. ശരി, ശ്രീ ജേക്കബ് ജോർജ്. വേണു, ഇത് കോൺഗ്രസ് അങ്ങനെ ക്ഷയിച്ചു. ചെങ്ങന്നൂരിൻ്റെ പരാജയത്തിന് ശേഷം, കഴിഞ്ഞ നിയമസഭയിലെ പരാജയത്തിന് ശേഷം ഇതുപോലെ തമ്മിലടി നടത്തുന്നത് മഹാക്രൂരം തന്നെയാണ്. അത് കോൺഗ്രസ് പാർട്ടിയോട് കാണിക്കുന്ന ക്രൂരമായ നടപടിയാണ്. ആരൊക്കെ ചെയ്യുന്നത്? KPCC അധ്യക്ഷനായിരുന്നു സുധീരൻ. അദ്ദേഹമാണ് അവിടെ യോഗത്തിന് ശേഷം പുറത്തിറങ്ങുന്നത് മൈക്കിൽ കൂടെ പറയുകയല്ലേ. ഇത് അവർക്ക് ചിലപ്പോഴും ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുത്താൻ പറ്റിയേക്കും. ആൻ്റണിക്കും സുധീരനും വയലാർ രവിക്കും എല്ലാം കൂടി ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുത്താൻ പറ്റിയേക്കും. ഉമ്മൻചാണ്ടി എനിക്ക് പറയാനുള്ളത്, ഉമ്മൻചാണ്ടിയും സുധീരനും AK ആൻ്റണിയും വയലാർ രവി എല്ലാം കൂടി കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തരുത്. കാരണം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് വേണു. ശരിക്കും മനസ്സ് നൊന്താണ് ഞാൻ ഈ പറയുന്നത്. എത്രയോ ചെറുപ്പക്കാർ, അവരുടെ ഭാവി അടച്ചു വെച്ചിരിക്കുകയാണ് ഈ നേതാക്കന്മാർ. ഭാവി കൂമ്പടഞ്ഞു പോയി അവരുടെ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ. അതിലൊന്നാണ് ഇപ്പം മാണി കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയെങ്കിലും ഈ കോൺഗ്രസിനെ ഈ പ്രായമുള്ള നേതാക്കന്മാരുണ്ടല്ലോ വിട്ടുകൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അവസാനമായി ഏറ്റവും പ്രതിരോധത്തിലിരിക്കുന്ന ആളായതുകൊണ്ട് ശ്രീ പന്തളം, താങ്കളുടെ പ്രതികരണത്തോടെ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഞാൻ പ്രതിരോധത്തിലല്ല. എനിക്കൊറ്റ വികാരമാണുള്ളത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും പാർട്ടി ശക്തിപ്പെടുത്തണം. കാരണം വെസ്റ്റ് ബംഗാളിൽ CPM ക്ഷയിച്ചു പോയതുപോലെ കേരളത്തിൽ കോൺഗ്രസ് തകരാൻ പാടില്ല. അതുപോലെ തന്നെ മഹാനായ VS അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഗ്രൂപ്പ് പോയിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം ബഹിഷ്കരിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എത്ര ഉന്നതരായാലും പാർട്ടിയുടെ ചട്ടക്കൂടിൽ പാർട്ടിക്ക് അഹിതമായി പരസ്യമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ അനുഭാവികൾ ഇത് സഹിക്കില്ല. അതുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ വളക്കൂറുള്ള കേരളത്തിൻ്റെ മണ്ണിൽ കോൺഗ്രസിനെ കരുപ്പിടിപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേണം, രമേശ് ചെന്നിത്തല വേണം, ശ്രീ AK ആൻ്റണി വേണം, VM സുധീരൻ വേണം, എല്ലാ നേതാക്കന്മാരും വേണം. അവരൊക്കെ ഞങ്ങളുടെ ആവേശമാണ്. അതുകൊണ്ട് പരസ്യ പ്രചരണം നടത്തുന്നത്, പരസ്യ വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൻ്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞത് യാതൊരു കാരണവശാലും പാർട്ടിക്ക് അപകീർത്തികരമാകുന്ന പരസ്യ പ്രസ്താവന പാടില്ലെന്നാണ്. അതെല്ലാവർക്കും വലിപ്പ ചെറുപ്പമില്ലാതെ ബാധകമാണ്. അത് എല്ലാവരും സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.